മസ്താനി അക്ബറും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മസ്താനി പറയാണ്, എൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. എൻ്റെ സ്ഥാനത്തൂടെ ഞാൻ അനുഭവിച്ച ആ ഒരു വിഷമത്തിലൂടെ നിങ്ങൾ കടന്നു പോയാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് എയർപോർട്ടിൽ ചെന്നിട്ട് ഞാൻ 2 മണിക്കൂർ അതിനകത്ത് തന്നെ ഇരുന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മായിക്കും അനിയത്തിക്കും വരാൻ പറ്റുമോ? അത് രാത്രിയുമല്ലേ. എന്നെ ഒരു മനുഷ്യനും വിളിക്കാൻ വന്നില്ല. എൻ്റെ ഇവിടെ ഉള്ള ഫ്രണ്ട്സ് പോലും ഇവിടെ നിന്ന് പോയവർ പോലും ഇതുവരെ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപ്പം അക്ബർ പറയുന്നത്, അപ്പാനിയുടെ അവസ്ഥയോ? അപ്പാനിക്ക് എങ്ങോട്ടെങ്കിലും ആ സമയത്ത് പോകാൻ പറ്റത്തില്ലായിരുന്നു. വൈഫിനെയും കൊണ്ടൊന്ന് ആശുപത്രിയിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോഴും ആൾക്കാർ ചോദിക്കും, മസ്താനി അടിച്ചിറക്കിയോ, മസ്താനി കൂവി വിട്ടോ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്ന. ഓരോരുത്തർ കോൾ ചെയ്തുമൊക്കെ. അയാൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ. നീ എന്തായിരുന്നു നീ ഒരു മനുഷ്യൻ എവിക്റ്റഡായി പോകുമ്പം ഇങ്ങനെയാണ്, എത്ര ശത്രുവാണെങ്കിലും ഇങ്ങനെയാണോ പെരുമാറുന്നത്? മഹത് നടനായ ലാലേട്ടൻ വരെ നിന്നോട് ചോദിച്ചില്ലേ, എന്താ മസ്താനി ഇത്രയും സന്തോഷിക്കുക, ഇങ്ങനെയാണോ ഒരാളെ എവിക്റ്റ് ആകുമ്പോൾ വിടുന്നതെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ അതൊക്കെ നിനക്ക് നെഗറ്റീവായിട്ട് തന്നെ വരും ലാലേട്ടൻ ചോദിക്കുന്നത്. കാരണം ലാലേട്ടൻ അത്ര പോപ്പുലറായ ഒരാളാണ്. അപ്പോഴത്തേക്ക് എന്തായാലും അത് നിനക്ക് നെഗറ്റീവായിട്ട് വരാതിരിക്കുമോ? നീ ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ അപ്പാനെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ഒരു ഇൻ്റർവ്യൂവിലും മോശമായിട്ടും പറഞ്ഞിട്ടില്ല, നല്ലതായിട്ടും പറഞ്ഞിട്ടില്ല. പക്ഷേ പുള്ളി പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ് മസ്താനി ഉള്ള കപ്പലിൽ ജീവൻ വേണമെങ്കിൽ കയറരുത് എന്ന് ഒരു 2-3 ഇൻ്റർവ്യൂവിൽ പറഞ്ഞ്, അതിൻ്റെയും ഞാൻ അനുഭവിച്ച്. അപ്പോൾ പറഞ്ഞ് അദ്ദേഹം പറയാതിരിക്കുമോ, അദ്ദേഹം അതുപോലെയാണ് അനുഭവിച്ചത്. അതുമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബവും ആ ഒരു വിഷമം നേരിടണ്ടേ പുറത്തിറങ്ങിയാൽ എന്നൊക്കെ അക്ബർ പറയുന്നു. അപ്പം മസ്താനി പറയും, എന്നെ ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു ഒരുപാട് പേര്. അപ്പം അവരൊക്കെ എൻ്റെ ആ ഒരു നെഗറ്റീവ് മുതലെടുക്കുമായിരുന്നു. അവർക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അക്ബർ പറഞ്ഞു, നീ ഉള്ളിടത്ത് അപ്പാനി മനഃപൂർവ്വമാണ് ഇൻ്റർവ്യൂവിന് വരാഞ്ഞതും ഒന്നിലും പങ്കെടുക്കാതിരുന്നത്. കാരണം എങ്ങനെ പങ്കെടുക്കും? അതാണ്, നിന്നെ അത്രയ്ക്ക് അദ്ദേഹം വെറുത്തുപോയി. അമ്മാതിരി നീ പുള്ളിയെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടെ വന്നത്. അതനുസരിച്ച് നീ അങ്ങനെ ചെയ്യുകയും ചെയ്ത്. നീ ആദ്യം വന്ന് കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. അത് നീ ഇറങ്ങി പോകുന്നത് വരെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അപ്പം മസ്താനി പറയാണ്, സീസൺ 7 എല്ലാവരും എന്നും ഓർക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് ഞാനായിരിക്കും. നിങ്ങളെയൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് മറന്നാലും എന്നെ മറക്കത്തില്ല. പിന്നെ പ്രത്യേകിച്ചാണെങ്കിൽ ഇപ്പം നാട്ടിൽ എൻ്റെ പേരിലാണ് ഫുഡുകളൊക്കെ, മസ്താനി ചിക്കൻ, മസ്താനി ഗ്രില്ല്, അങ്ങനെ പലതരം ഫുഡുകളും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അക്ബർ ചിരിക്കുന്നു. അപ്പം പറയണേ, അപ്പോൾ അക്ബർ പറഞ്ഞു, എനിക്കിത് കേട്ടിട്ട് തമാശ കൊണ്ട് ചിരിച്ചേട്ടല്ല, നിന്നെ കളിയാക്കിയതല്ല. അപ്പം പറഞ്ഞു, ഇതെനിക്ക് മനസ്സിലായി. പലതരം ഫുഡുണ്ട്, നാട്ടിലെത്തുമ്പോൾ കേൾക്കാൻ ചെന്ന് ചോദിച്ചാൽ മതി മസ്താനി മന്തി ഉണ്ടോയെന്ന്. അപ്പോൾ അവർ കറക്റ്റ് അവരപ്പം എടുത്തു തരും. അപ്പം മനസ്സിലാവും. അത്രയ്ക്ക് എനിക്ക് നെഗറ്റീവായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇത് മാറിയിട്ടില്ല എന്നൊക്കെയാണ് മസ്താനി അക്ബറിനോട് പറയുന്നത്.